ഹായ്, മിനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂൺ ഇഷ്ടപ്പെടുന്നവർക്കും കൂൺ കൃഷിയിലൂടെ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കുമുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് വിത്തും കൂൺ വിത്തും കുറച്ച് പെല്ലറ്റും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു 4 മാസം സുഖമായിട്ട് കൂൺ കറി കൂട്ടാം കേട്ടോ. സ്വന്തമായിട്ട് കൂണുണ്ടാക്കി കൂൺ കറി കൂട്ടാവേ. അപ്പോൾ നമ്മുടെ കൂൺ വിത്തും പെല്ലറ്റും കൊണ്ട് എങ്ങനെയാണ് ബെഡ് തയ്യാറാക്കുന്നത്, ഒറ്റ മിനിറ്റ് ബെഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എളുപ്പത്തില്ല. നമുക്ക് വൈക്കോലൊക്കെ ആകുമ്പോൾ നമുക്ക് 18 മണിക്കൂർ വെള്ളത്തിലിടണം, കഴുകി വാരണം, ആവിൽ പുഴുങ്ങിയെടുക്കണം, അത് കഴിഞ്ഞ് വെള്ളം ഉണക്കിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബെഡ് തയ്യാറാക്കുന്നത്. ഈ പെല്ലറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയ ലാഭം, ഒട്ടും അധ്വാനം വരുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഏത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വന്നതിന് ശേഷമൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അതെപ്പോൾ നമുക്ക് കൂൺബെഡ് തയ്യാറാക്കാം. ആദ്യം തന്നെ 1 കിലോ പെല്ലറ്റ് നമ്മൾ അളന്നെടുത്തു. കൃത്യം 1 കിലോ പെല്ലറ്റ് ആയിരിക്കണം. 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ തിളച്ച വെള്ളം, അതാണ് കണക്ക് കേട്ടോ. വെള്ളം ഒട്ടും കൂടിയും കുറഞ്ഞും പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ എടുത്ത പെല്ലറ്റിലേക്ക് 1.5 ലിറ്ററിൻ്റെ ഒരു അളവ് പാത്രത്തിൽ നമ്മൾ ആദ്യം അളവ് കാണുന്നുണ്ട്. ഇതുപോലെ നല്ല ചൂട് പാറിക്കൊണ്ടിരിക്കുന്ന വെള്ളം, ആ തിളച്ച വെള്ളം ചൂടോടെ തന്നെ ഒഴിക്കുക കേട്ടോ. ഇത് PP കവറിലാണ്, അതുകൊണ്ട് കവർ ഉരുകൂല, അത് ഓർത്ത് ആരും പേടിക്കണ്ട. കൈ കൊള്ളാണ്ട് നോക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പെല്ലറ്റിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കുതിർന്ന് വരും. ഒരു ദിവസം ഇതിന് നമ്മൾ അനക്കാണ്ട് വെക്കുക, അല്ല ചൂട് പോകാണ്ട് മെല്ലൊന്ന് കെട്ടി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് ഉടക്കി വെച്ചാലും മതി. ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. നല്ല കുതിർന്ന് കഴിയുമ്പോൾ അടുത്ത ദിവസം എടുക്കുക. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ നല്ല കുതിർന്ന് നമ്മൾ 1 കിലോ പെല്ലറ്റ് ഏകദേശം ഒരു 2.5 കിലോ ആയിട്ട് വരും. ഇതിനകത്തിരുന്നതിൻ്റെ കവറിനകത്തിരുന്ന് തന്നെ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ വിത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ 300 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൂൺ വിത്ത്. ഇത് നമുക്ക് 2 ബെഡിലേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ബെഡിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം കൈ തൊടേണ്ട ആവശ്യമില്ല, കൈക്ക് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം കേട്ടോ. എന്നാലും നമ്മൾ കൈ തൊടുന്നില്ല എങ്കിലും നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബെഡെല്ലാം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ ഈ പെല്ലറ്റ് നമ്മൾ മെല്ലെ ഒന്ന് ഉടച്ചെടുക്കണം. ആദ്യം പ്രസ് ചെയ്യരുത്, അത് ഉടഞ്ഞു പോവുക, പൊട്ടിപ്പോട്ടെ. കവർ പൊട്ടാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാക്കറ്റ് കൊണ്ടിട്ട് എടുക്കുക, ഇങ്ങനെ ഉടയ്ക്കുക, അല്ലല്ല ഉടച്ചെടുക്കുക. ഇത് നമ്മൾ ചോളത്തിനുണ്ടാക്കി വിത്താം കേട്ടോ. ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് കൈ തൊടാത്ത പരിപാടിയാണേ. എന്നിട്ട് ഇതിൻ്റെ നേർപകുതി ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുക. പെല്ലറ്റിന് മേലോട്ട് അങ്ങിട്ട് കൊടുക്കുക. ഇതിൻ്റെ പകുതി അടുത്ത ബെഡിലേക്കുള്ളതാണേ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. നമ്മൾ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കോളും. ഇങ്ങനെയൊന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ വിത്ത് ഇറങ്ങി വരുന്നത് കണ്ടോ. വിത്ത് ഇങ്ങനെ താഴെ വരുത്തിക്കോളൂ. നമ്മൾ പണ്ട് ആ വൈക്കോല് ചെയ്യുന്ന തട്ടായിട്ട് ഉള്ള പരിപാടിയൊന്നും വേണ്ട കേട്ടോ. വിത്ത് താഴെന്ന് ഇറങ്ങിയാൽ മതിയേ, മാത്രം മതി. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ കവറിങ്ങനെ ഒന്ന് അഴച്ച് കൊടുത്തിട്ട് കവറിങ്ങനെ ഒന്ന് പിടിച്ച് ലൂസാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വിത്ത് പെട്ടെന്ന് താഴെത്തു കേട്ടോ. ഇത്രയും പണിയുള്ളൂ. നമ്മൾ മിനിറ്റ് വെച്ച് ബെഡ് തയ്യാറാക്കി. വൈക്കോലാണെങ്കിലോ തലേദിവസം വെള്ളത്തിൽ ഇടണം, കഴുകി വാരണം, ആവിൽ പുഴുങ്ങിയെടുക്കണം, ഉണക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ബെഡ് തയ്യാറാക്കണം. ആ 2 ദിവസത്തെ പണി നമ്മളിവിടെ മിനിറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞു, ബെഡ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏത് ജോലിക്കാർക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ചോ അതിൽ ബെഡ് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് സ്ഥലം വിടാം. ഇനി ടേപ്പ് ഒട്ടിക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ കെട്ടി വയ്ക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ റബ്ബർ ബാൻഡ് കൊണ്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഇങ്ങനെ കെട്ടി വയ്ക്കുക കേട്ടോ. ഇതിന് മേളിൽ കൊണ്ടേ കെട്ടി വയ്ക്കരുത്, ഇവിടെ ലൂസാക്കി ഇടരുത്. ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി വയ്ക്കുകയാണെങ്കിൽ ഷേപ്പില്ലാത്ത കൂടാണെങ്കിൽ കവറാണെങ്കിൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു പിന്നെടുക്കുക. പിന്നെടുത്തിട്ട് പിന്നോ അല്ലെങ്കിൽ ചെറിയ സൂചിയോ എടുത്തിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. നിറച്ചും പ്രത്യേകിച്ച് എണ്ണ ഒന്നും വേണ്ട, നമ്മളിങ്ങനെ നിറച്ച് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. എണ്ണത്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ നിറച്ചും ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത്ര പണി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു, ബെഡ് റെഡി. ഇനി ഇത് നമ്മൾ ഒരു 15 ദിവസം അധികം വെട്ട കിട്ടാത്ത സ്ഥലത്ത് എവിടെയാണെന്ന് വെക്കുക. കാർബോർഡ് ബോക്സിലോ അല്ലെങ്കിൽ അടുക്കള ഷെൽഫിലോ, നമ്മുടെ റൂമിൽ തന്നെയാണെങ്കിലും മതി. പക്ഷേ വെക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കണം, ഉറുമ്പൊന്നും കയറാണ്ട് നോക്കുക. അങ്ങനെ 15 ദിവസം നമ്മളങ്ങനെ വെച്ചതിന് ശേഷം 15 ദിവസത്തിന് ശേഷം നമ്മൾ ബെഡ് പുറത്തെടുക്കുക. അതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ ഒരു 15 ദിവസം കഴിഞ്ഞ ബെഡുകളായിട്ടോ. കൂണായതും കൂണാകാനുള്ളതും കീറി കൊടുക്കാനുള്ളതൊക്കെയാണ്. അപ്പോൾ 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ബെഡ് ഏകദേശം ഇതുപോലെ നല്ല വെള്ള കളറിലേക്ക് വരും. അതിനുശേഷം നമ്മൾ ഒരു 8-10 സ്ഥലത്ത് ബ്ലേഡ് കൊണ്ട് മെല്ലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഒരു 1 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ കവർ മാത്രം ഒന്ന് മെല്ലെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. മഴക്കാലത്ത് 3 നേരം നനച്ച് കൊടുക്കുക. നല്ല മഴയില്ലാത്ത വെയിലൊക്കെയുള്ള നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു 3 മണിക്കൂർ ഇടവിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല കേട്ടോ. മെല്ലെ മുട്ട കവറിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പുറത്തോട്ട് വരുന്ന കേട്ടോ ഈ കാണുന്നത്.
കറക്റ്റ് ഒരു 4 ദിവസമൊക്കെ ആകുമ്പോൾ ഈ ഒരു പരുവാവും കേട്ടോ. ഈ അറ്റം അധികം അങ്ങോട്ട് വിരിയാണ്ട് വിരിയുന്നതിന് മുമ്പ് പറിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മൾ കടകളിലൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഈട് നിൽക്കാനും എല്ലാത്തിനും നല്ലത് അധികം വിരിയാണ്ടിരിക്കുന്ന കൂണാണ് ഈ അറ്റമൊക്കെ ഉരുട്ടി. ഇതിപ്പോൾ ഒരു കുറച്ചുകൂടി വിരിഞ്ഞ കൂണാണ്. ഇത്രയും വിരിയുന്നതിന് മുമ്പ് പറിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതിന് മൂപ്പ് കൂടുന്നതിനനുസരിച്ച് അറ്റം ഇതുണ്ട്, ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ പരന്ന് ഉള്ളിലേക്ക് ചുരുളാൻ തുടങ്ങും. അതാണ് മൂപ്പ് കൂടുന്ന ഒരു സ്റ്റേജ് കേട്ടോ. ഇത് നമ്മൾ പറിക്കാനാണെങ്കിൽ പറിക്കുമ്പം കത്തി കൊണ്ടൊന്നും മുറിക്കരുത് കേട്ടോ. കത്തി കൊണ്ടല്ലാണ്ട് ഇതിൻ്റെ മൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതിയേ. ഇങ്ങനെ അങ്ങ് തിരിച്ച് ഇങ്ങനെയാണ് പറിക്കുന്നത് കേട്ടോ. എത്രയുള്ള അപ്പോൾ കൂൺ വിത്തും പെല്ലറ്റും വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ. അതുപോലെ കൂൺ കൃഷി ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, അതുപോലെ തന്നെ കൂൺ വിത്ത് ഉൽപ്പാദനത്തിൻ്റെ ക്ലാസ്, കൂൺ ഫാം വിസിറ്റിങ്ങും, അതോടൊപ്പം തന്നെ കൂൺ ഫാമിൽ വെച്ചിട്ടുള്ള കൂൺ കൃഷിയുടെ ക്ലാസ്സുകളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവരെ ബൈ.